നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിയന്നൂർ വെൺപകലിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മുൻ സുഹൃത്ത് സച്ചു. ഗുരുതരമായി പരിക്കേറ്റ വെൺപകൽ പ്ലാമുടുമ്പ് പുത്തൻ വീട്ടിൽ 28-കാരിയായ സൂര്യഗായത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. യുവതിയുടെ സുഹൃത്ത് കൊടങ്ങാവിള സ്വദേശി സച്ചു എന്ന് വിളിക്കുന്ന വിപിനെ നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. വെട്ടേറ്റ് സൂര്യയെ തോർത്തുകൊണ്ട് ശരീരത്തോട് ചേർത്ത് കെട്ടി ബൈക്കിൽ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം കടന്നുകളഞ്ഞ പ്രതി കൊടങ്ങാവിള സ്വദേശി സച്ചുവിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടെയായിരുന്നു വീടിന്റെ ടെറസിൽ കയറി സൂര്യയെ സച്ചു വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഈ സമയം വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നാലെ കൈക്കും കാലിനും കഴുത്തിനും വെട്ടേറ്റ് രക്തം വാർന്നൊലിച്ച സൂര്യയുമായി പ്രതി തന്നെയാണ് ബൈക്കിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രി കവാടത്തിന് മുന്നിൽ ബൈക്ക് മറിഞ്ഞതിനെ തുടർന്ന് സൂര്യയെ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം സച്ചു കടന്നുകളയുകയായിരുന്നു. പിന്നീട് സൂര്യയെ പോലീസും ആശുപത്രി അധികൃതരും ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. സച്ചു സൂര്യയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്നാണ് വിവരം. സൂര്യ തനിക്കൊപ്പം വരണമെന്ന് 2 ആഴ്ച മുമ്പ് സച്ചു ആവശ്യപ്പെട്ടു. എന്നാൽ സൂര്യ ഇതിന് തയ്യാറായില്ല. പിന്നാലെ പ്രതി സൂര്യയുടെ വീട്ടിലെത്തി ആത്മഹത്യാ ശ്രമം നടത്തി. വീട്ടുകാർ തടഞ്ഞ് തിരിച്ചു അയക്കുകയായിരുന്നു. സൂര്യ ഏറെ നാളായി ഭർത്താവുമായി അകന്നു കഴിയുകയാണ്. ഇതിന് പിന്നാലെയാണ് സച്ചു യുവതിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതെന്നാണ് വിവരം. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന സൂര്യഗായത്രിയുടെ വീട്ടിലെത്തിയ വിപിൻ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും മർദ്ദിക്കുകയും ചെയ്തു. പിന്നീടാണ് വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിയത്. രക്ഷപ്പെട്ട ഓടി ടെറസിൽ കയറിയെങ്കിലും പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു. ടെറസിൽ നിന്ന് വലിച്ചിഴിച്ച് താഴെ എത്തിച്ചു. യുവതിയുടെ കാലിലും കൈയിലും ഉൾപ്പെടെ ഒട്ടേറെ മുറിവുകളുണ്ട്. വിപിൻ തന്നെയാണ് ബൈക്കിൽ സൂര്യഗായത്രിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയുടെ മുന്നിലെ റോഡിലെത്തിയപ്പോഴേക്കും യുവതിയുടെ ബോധം നഷ്ടപ്പെട്ട് ബൈക്കിൽ നിന്ന് വീണു. പരിഭ്രമത്തിലായി വിപിൻ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവറും അവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും ചേർന്നാണ് ഇവരെ ജനറൽ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചത്. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവർ നിരീക്ഷണത്തിലാണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറഞ്ഞു. അമ്മയോടൊപ്പമായിരുന്നു സൂര്യഗായത്രി താമസിച്ചിരുന്നത്. മറ്റൊരാളുമായി സൗഹൃദമുണ്ടെന്ന പേരിലാണ് തർക്കമുണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സച്ചു വിവാഹിതനാണെങ്കിലും ഏറെ നാളെ ഭാര്യയുമായി അകന്നു കഴിയുകയാണ്. ഇതിനിടെയാണ് സൂര്യയുമായി അടുപ്പത്തിലായത്. ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അടുത്തിടെ സൂര്യഗായത്രി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സച്ചുവിന് സംശയമായി. ഇതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സംഭവത്തിന് പിന്നാലെ സച്ചു തന്നെ സൂര്യയെ ആശുപത്രിയിൽ എത്തിച്ചതായാണ് വിവരം. പരിക്ക് സാരമുള്ളതാണ്. സൂര്യഗായത്രി മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു ആക്രമണം നടത്തിയത്. ഫോണിൽ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിപിൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സൂര്യയെ പ്രതി നിരന്തരം ശല്യപ്പെടുത്തി. തനിക്കൊപ്പം വരണമെന്ന് പറഞ്ഞ വിപിൻ 2 ആഴ്ച മുമ്പും സൂര്യഗായത്രിയുടെ വീട്ടിലെത്തി ബഹളം വെച്ചിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും വീട്ടിലെത്തി ആക്രമിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.